ഇദ്ദേഹത്തിന്റെ പേര് റോക്കി മിത്തൽ. ഇദ്ദേഹത്തിൻ്റെതൊരു തിരിച്ചറിവിന്റെ കഥയാണ്. ഒരു മനുഷ്യൻ വിവേകശൂന്യനിൽ നിന്നും വിവേകശാലിയായി തീർന്ന കഥ. മനുഷ്യന് മാറാൻ സാധിക്കില്ല, ഭൗതികമായി വളരാൻ സാധിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറ്റുന്ന വലിയ ഒരു മാറ്റത്തിന്റെ കഥ. ഈ കഥ മുഴുവനായി കേൾക്കാൻ മറക്കല്ലേ. ഹരിയാനയിൽ നിന്നുള്ള ഒരു ഗായകനാണ് ഇദ്ദേഹം. കഴിഞ്ഞ 14 വർഷങ്ങളായി BJPയുടെ വലിയ അന്ധഭക്തനും മോദിയുടെ ഏറ്റവും വലിയ മന്ദഭക്തന്മാരിൽ ഒരാളുമായിരുന്നു. ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ 14 വർഷങ്ങളായി മന്ദഭക്തനായിരുന്നു ഇയാൾ. രാഹുൽ ഗാന്ധിക്കെതിരെ പാട്ടുകളിലൂടെ വളരെയേറെ വിഷം ചീറ്റിയയാളാണ് റോക്കി മിത്തൽ. രാഹുലിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു പഴയ പാട്ട് ഇതാ. ഇദ്ദേഹം പാടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: സോണിയയുടെ പുത്രൻ, പക്വതയില്ലാത്തവൻ, വൃത്തികെട്ട ആംഗ്യങ്ങൾ കാണിക്കുന്നവൻ, പാർലമെന്റിൽ കണ്ണ് ഇറക്കി കാണിക്കുന്നു. ഫിറോസ് ഖാന്റെ കൊച്ചുമകൻ, ഹിന്ദുവുമല്ല മുസ്ലിമുമല്ല, വിചിത്രമായ ഒരു വെറൈറ്റിയാണ്. ഇതാ മറ്റൊരു പാട്ട്. രാഹുൽ ഗാന്ധി की रैली देखो, രാഹുൽ ഗാന്ധി की रैली देखो, जैसे लगता പാകിസ്ഥാൻ. രാഹുൽ ഗാന്ധിയുടെ റാലി കണ്ടോ, പാകിസ്ഥാൻ ആണെന്ന് തോന്നും. ഇങ്ങനെ 100 കണക്കിന് പാട്ടുകളാണ് മോദിയോടുള്ള അന്ധഭക്തിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും ഗാന്ധി കുടുംബത്തിനെതിരെയും ഇയാൾ ഇറക്കിയത്. അങ്ങനെ ഒരു മനുഷ്യനെ എത്രയൊക്കെ ആക്ഷേപിക്കാമോ അത്രയ്ക്ക് വിവിധ പാട്ടുകളിലൂടെ രാഹുൽ ഗാന്ധിയെ അപമാനിച്ച ആളാണ് റോക്കി മിത്തൽ. കഴിഞ്ഞ 14 വർഷങ്ങളായി ഇത് തുടർന്നു പോവുകയായിരുന്നു. BJP IT സെല്ലിന്റെ ആൾക്കാർ ഇയാളുടെ പാട്ടുകളെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നു. മോദിയെ പുകഴ്ത്തുന്നതിനു വേണ്ടി സർവ്വ പരിധികളിൽ ലംഘിച്ച് രാഹുൽ ഗാന്ധിയെ അത്രയേറെ അപമാനിച്ചു. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഗാന്ധി കുടുംബത്തിലുള്ള എല്ലാവരെയും സഭ്യമായ ഭാഷയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് ഇയാൾ അപമാനിച്ചുകൊണ്ടിരുന്നത്. ഇയാൾക്ക് അതിന്റെ പ്രതിഫലവും ലഭിച്ചു. 2014 ഹരിയാനയിൽ BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ചീഫ് പബ്ലിസിറ്റി അഡ്വൈസറായി നിയമിച്ചു. എന്നാൽ അതിനുശേഷം അധികാരികളുമായി വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇയാളുടെ പല പ്രോജക്റ്റുകളും മുൻപോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചുറ്റുമുള്ള ആൾക്കാർ അദ്ദേഹം അറിയാതെ വലിയ അഴിമതികളാണ് നടത്തുന്നത് എന്ന് ആരോപണം ഉന്നയിച്ചു. അതോടെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ചീഫ് പബ്ലിസിറ്റി അഡ്വൈസർ സ്ഥാനത്തു നിന്നും നീക്കി. എന്നിട്ട് ഇയാൾക്കെതിരെ പഴയ ഒരു കേസ് കുത്തിപ്പൊക്കി ഹരിയാന ഗവൺമെന്റ് ഇയാളെ ജയിലിലടച്ചു. അതോടെ അയാളുടെ കണ്ണുകൾ പതിയെ തുറക്കാൻ തുടങ്ങി. അപ്പോഴും അയാളുടെ മോദിഭക്തി അവസാനിച്ചിരുന്നില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത് മനോഹർലാൽ ഖട്ടർ സർക്കാർ അഴിമതിക്കാരാണ്, എന്നാൽ ഞാനിപ്പോഴും മോദിയുടെ ഭക്തനാണ്. എന്നാൽ പിന്നീട് വർഷങ്ങൾ കടന്നുപോയതോടുകൂടി മോദി ഭക്തിയും ഇയാളിൽ നിന്ന് ഇല്ലാതെയായി. തന്റെ ഭക്തി അന്ധഭക്തിയായിരുന്നു എന്ന് അയാൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അയാളുടെ കണ്ണുകൾ പൂർണ്ണമായി തുറന്നു. ഇയാൾ സത്യമെന്തെന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അദ്ദേഹം താൻ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പരസ്യമായി മാപ്പ് ചോദിച്ചു. അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെയും ഗാന്ധി കുടുംബത്തിനെതിരെയും ഇറക്കിയ പാട്ടുകൾ എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇപ്പോഴും BJPയുടെ അക്കൗണ്ടുകളിൽ ഇദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിൽ നിന്ന് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടപ്പോഴാണ് തന്റെ കണ്ണുകൾ തുറന്നത് എന്നാണ്. അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായി. അദ്ദേഹം ഇവിടെ പറയുകയാണ്, രാഹുൽ ഗാന്ധിജി के खिलाफ, सरकार के खिलाफ, कांग्रेस के खिलाफ मैंने गीत गाए, उन्होंने मेरे को कुछ नहीं कहा, तो मेरी आत्मा ने जब बोला कि नहीं, यू आर रॉन्ग, मैं गलत हूँ। जो गलत आदमी होता है उसका काम होता है कि माफी मांगे सामने वाले से। अंधा था अंधभक्ति में 14 साल तक मैं जिनके खिलाफ बोलता रहा, अब शब्दों का शायद इस्तेमाल करता रहा, जिसने मेरा कुछ भी बिगाड़ा ना हो, और उसने मेरे को आज तक कुछ नहीं कहा, कोई केस दर्ज नहीं कराया, कुछ नहीं किया. രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെയൊക്കെ ഞാൻ പാട്ടുകൾ പാടി, പക്ഷേ അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. 14 വർഷം അദ്ദേഹത്തെ അപശബ്ദങ്ങൾ കൊണ്ട് ഞാൻ അപമാനിച്ചു, പക്ഷേ അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല, എനിക്കെതിരെ കേസ് കൊടുത്തില്ല, എന്നെ ജയിലിലടച്ചില്ല. അപ്പോൾ എൻ്റെ ആത്മാവ് പറഞ്ഞു, നീ തെറ്റാണ്. തെറ്റ് തിരിച്ചറിഞ്ഞാൽ മാപ്പ് ചോദിക്കേണ്ടത് ഒരു മനുഷ്യന്റെ കടമയാണ്.
എന്നിട്ട് ഒരു പാട്ടിലൂടെയാണ് രാഹുൽ ഗാന്ധിയോട് മാപ്പ് ചോദിക്കുന്നത്, അതും പരസ്യമായി കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ വെച്ച്. ഈ പാട്ടിന്റെ അർത്ഥം ചുരുക്കത്തിൽ പറയാം, അത് കഴിഞ്ഞ് ഈ അടിപൊളി പാട്ട് മുഴുവനായി കേൾക്കാൻ മറക്കല്ലേ. എന്റെ സഹോദരൻ രാഹുൽ ഗാന്ധി, എനിക്ക് മാപ്പ് നൽകൂ. ഞാൻ നിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചു, പക്ഷെ നിങ്ങൾ എന്നെ ശുദ്ധീകരിച്ചു. വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്നു. വിദ്വേഷം ഉപേക്ഷിക്കൂ, ഇന്ത്യയെ ഒന്നിപ്പിക്കൂ. അതാണ് രാഹുലിന്റെ ലക്ഷ്യം. എനിക്ക് ബുദ്ധിയുദിച്ചു രാഹുൽ സഹോദര. പാർലമെന്റിൽ അദ്ദേഹം എല്ലാം മാറ്റിമറിച്ചു. ഞാൻ അന്ധഭക്തിയിൽ അന്ധനായിരുന്നു. मुझे माफ करना राहुल मेरे भाई, मुझे माफ करना राहुल मेरे भाई। है नफरत फैलाई हमने, तूने मिटाई राहुल मेरे भाई। मुझे माफ करना राहुल मेरे भाई। नफरत छोड़ो भारत जोड़ो राहुल अभियान है। हाँ, नफरत के बाजार में प्यार की दुकान है। नफरत छोड़ो भारत जोड़ो राहुल अभियान है। हाँ जी, कायल हुआ इन बातों से, अकल मुझे आई राहुल मेरे भाई। मुझे माफ करना राहुल मेरे भाई। है नफरत फैलाई हमने, तूने मिटाई राहुल मेरे भाई। मुझे माफ करना राहुल मेरे भाई। संसद में राहुल ने बदला है सब कुछ, विरोधियों के उड़े तोते होने लगा कुछ कुछ। हाँ, संसद में राहुल ने बदला है सब कुछ, विरोधियों के उड़े तोते होने लगा कुछ कुछ। यारो अंधा था अंधभक्ति में, ठोकर मैंने खाई राहुल मेरे भाई। मुझे माफ करना राहुल मेरे भाई। है नफरत फैलाई हमने, तूने मिटाई राहुल मेरे भाई। मुझे माफ करना राहुल मेरे भाई।